തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. വിധിയിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. മുൻമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ കരിനിഴൽ വീഴ്ത്തുന്നതാണ് കോടതിയുടെ നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, നമുക്കറിയാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാതെ പോയതിന് കാരണമാകുന്നത് പോലും ഈ തൊണ്ടി മുതൽ തിരിമറി കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു എന്നത് തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLAക്ക് അത്തരം കേസിൽ ശിക്ഷിക്കപ്പെട്ട് ആ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ അടക്കം സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആന്റണി രാജുവിന്. പക്ഷെ അവിടെയും ഇപ്പോൾ പ്രാഥമികമായി ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ഒരു മുൻമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ വലിയ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതി നടപടി ഉണ്ടായിരിക്കുന്നത്. കീഴ്ക്കോടതി വിധിയിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ ആന്റണി രാജു സമീപിച്ചത്. എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിട്ടില്ല. ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിങ്ങനെ ജഡ്ജിമാരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാതെ തന്നെ തള്ളിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോയത്. 1990-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിദേശ പൗരൻ്റെ അടിവസ്ത്രം അതിൽ തിരിമറി നടത്തി, തൊണ്ടി മുതലിൽ തിരിമറി നടത്തി എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ആദ്യം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് സെഷൻസ് കോടതിയും ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുകയായിരുന്നു. വിധിയെ ശരിവെക്കുകയായിരുന്നു. 3 വർഷ തടവും 10,000 രൂപ പിഴയുമെന്ന വിധി അംഗീകരിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ആന്റണി രാജു ഹൈക്കോടതിയിലേക്ക് പോയത്. അവിടെയും വിമർശനമാണ് മുൻമന്ത്രിക്ക് ഏൽക്കേണ്ടി വന്നത്. ആ വിധികളെല്ലാം തന്നെ മരവിപ്പിക്കണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ആ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്നു. ആ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വേഗത്തിൽ നടപ്പാക്കുന്നതിനിപ്പോൾ നിയമപരമായി ചെറിയ ആനുകൂല്യം ആന്റണി രാജുവിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ വിധി പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലയിലേക്ക് ഒരു കോടതിയും പോയിട്ടില്ല എന്നത് തന്നെയാണ് ആന്റണി രാജുവിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്നത്. അഭിലാഷ്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വി വിനോദ് നൽകിയത്. കോടതി വിധിയിലെ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഇപ്പോൾ തിരിച്ചടിയാണ് ആന്റണി രാജു നേരിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.